ചന്ദ്രമ്മ കള്ളം പറയണ്ടായിരുന്നു. അത് സാരമില്ല, തനിക്ക് സാരം കാണില്ല. കള്ളത്തിന്റെ കൂടപ്പുറമാണല്ലോ. അമ്മേ, മൊബൈലിന് ഇത്ര ശബ്ദം വേണോ? പിന്നെ ശബ്ദം ഉണ്ടെങ്കിലേ ഒരു ഗുമ്മുള്ളൂ. മോനെ, നമുക്കൊരു ടി വി മേടിക്കണം കേട്ടോ. നല്ല സീരിയലാ ചെമ്പരത്തി. മഹി കല്യാണി സീൻ അടിപൊളിയാ. മോനിരിക്കെ. വേണ്ട, അമ്മ കണ്ടോ. സാറിന്റെ ഏതൊരു ഫ്രണ്ടിന്റെ മോളില് ഇതിലുപ്പൊന്നും കൂടുതലില്ലല്ലോ. എന്ത് പ്രകാശേട്ടാ ഇത്? നീ അങ്ങ് പറഞ്ഞാ മതിയോ ഉപ്പ് കൂടുതലില്ലെന്ന്? ഒറ്റരെണ്ണം വായിൽ വെച്ച് തിന്നാൻ കൊള്ളില്ല. അവള് കറി വെച്ച് വെച്ചിരിക്കുന്നു. എന്താടാ, എന്താ ഇവിടെ ഒരു ബഹളം? അമ്മേ, ഇവളുണ്ടാക്കുന്ന കറികളൊന്നും വായിൽ വെച്ച് തിന്നാൻ കൊള്ളില്ല. നാക്ക് വരെ മരവിച്ചു പോയി. ഓ, മടുത്തു. അമ്മേ, ഈ കറികളൊക്കെ അമ്മ തന്നെ ഒന്ന് രുചിച്ചു നോക്കിയേ. ഇതിനകത്ത് എന്താ പ്രശ്നം? അമ്മ തന്നെ ഒന്ന് പറഞ്ഞേ. പ്രശ്നം എന്താ? വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളില്ല. അമ്മേ, അമ്മ ആഹാരം ഉണ്ടാക്കാറുണ്ടല്ലോ. എന്തു രുചിയായിരുന്നു അതിനൊക്കെ. മുളകാണെങ്കിലും ഉപ്പാണെങ്കിലും പുളിയാണെങ്കിലും എല്ലാം എന്തു പാകത്തിനാ അമ്മ വെക്കുന്നത്. ഇത് പുളിയുണ്ടെങ്കിലേ ഉപ്പ് കാണില്ല, ഉപ്പുണ്ടെങ്കിലോ എരിവും കാണില്ല. എന്തമ്മേ, അമ്മയുടെ കൈപ്പുണ്യൊന്നും മോൾക്ക് കിട്ടാത്തത്? അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിക്കാനേ കൊതിയാവുന്നമ്മേ. ഇനി മുതലേ അമ്മ പാചകം ചെയ്താൽ മതി. ഈ പാചകം എന്ന് പറഞ്ഞാലേ വലിയ സിദ്ധിയമ്മേ. അതമ്മയ്ക്ക് ആവോളം കിട്ടിയിട്ടുണ്ട്. സത്യം. ഇനി നിങ്ങൾ തമ്മിൽ തർക്കമൊന്നും വേണ്ട. ഇനി പാചകമൊക്കെ ഞാൻ ചെയ്തോളാം. എന്താ വീടും പറമ്പൊക്കെ പൊടി പിടിച്ചു കിടക്കുന്നതേ കണ്ടില്ലേ? വീട്ടുടമസ്ഥയ്ക്ക് വീട് വൃത്തിയാക്കുന്ന കാര്യത്തിലേ തീരെ ആത്മാർത്ഥതയില്ല. ലക്ഷങ്ങൾ വാരി അറിഞ്ഞ വീടുണ്ടാക്കിയിരിക്കുന്നത്, അതോർക്കണ്ടേ? അതെങ്ങനെയാ? അവൾക്ക് 10 പൈസ ചെലവില്ലല്ലോ. അവൾക്കേ മുതലാളി ചമഞ്ഞ് നടന്നാ മതിയല്ലോ. എന്നാ ശരിയേച്ചേ, നാളെ കാണാം. ഈശ്വര, ഇങ്ങനെയൊരു ഉത്തരവാദിത്തം ഇല്ലാത്തവരുണ്ടോ? ഇതെന്താ വന്നു കയറിയില്ല? അതിനുമുമ്പ് എന്താ ഈ ബഹളം? ആരെ ഈ കുറ്റം പറയുന്നത്? കണ്ടില്ലമ്മേ, വീട് വൃത്തിയാക്കുന്ന കാര്യത്തില് സുചിത്രയ്ക്ക് ഒരു ശ്രദ്ധയുമില്ല. വീടും പരിസരം കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? പെണ്ണുങ്ങളുള്ള വീടാണെന്ന് ആരെങ്കിലും കണ്ടാ പറയോ? നിലം തുടക്കിയില്ല, മാറാലടിക്കയില്ല. പല്ലിയുടെയും പാറ്റിയുടെയും ചെലന്തിയുടെ ഒക്കെ വിളയാട്ടവും. ചോദിക്കാനും പറയാനും ആരുമില്ല. തനി ഭാർഗവി നിലയം പോലെ. എന്ത് ഭ്രാന്ത പ്രകാശേട്ടനീ പറയുന്നത്? വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ലെന്നോ? ഞാൻ ഇന്നും അടിച്ചുവാരി ഇട്ടതാ. എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത്. അടിച്ചുവാരി പോലും. അയൽവക്കത്തെ വീട്ടുകാരെ വീട് വൃത്തിയാക്കിയിടുന്നത് നീ പോയി കണ്ട് പഠിക്കണം. ഇവിടെ ഉണ്ടല്ലോ ഒരു ഗൃഹനാഥ, എന്റെ തലവിധി. വീട് വെച്ചിട്ടേ നാളധികമായില്ല, കിടക്കണ കിടപ്പുണ്ടില്ലേ? മോനെ, നീ സുചിത്രയെ കുറ്റം പറയണ്ട. ഞാൻ അടിച്ചു വൃത്തിയാക്കിക്കോളാം.